ഡീപ്സീക്കിൽ ഇനി മുതൽ ആർക്കൊക്കെ നിക്ഷേപിക്കാമെന്ന് തീരുമാനിക്കുന്നതിനും ചൈനീസ് സർക്കാർ നേരിട്ട് പങ്കുവഹിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ചൈനയും യുഎസും തമ്മിലുള്ള AI മത്സരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയിലെ ഹാങ്സു കേന്ദ്രീകരിച്ചുള്ള ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് സ്ഥാപനമായ ഹൈഫ്ലയർ ക്യാപിറ്റലിന്റെ സബ്ഡയറിയായ ലാബ് വികസിപ്പിച്ച AI മോഡലാണ് ഡീപ്സീക്ക്. 2023 ലിയാങ് വെൻഫെങ് എന്ന എഞ്ചിനീയറാണ് ഇത് സ്ഥാപിച്ചത്. ചാറ്റ് GPT, ജെമിനി തുടങ്ങിയ ചാറ്റ് ബോട്ടുകളെ വെല്ലുന്ന നിരവധി ഭാഷാ മോഡലുകൾ ഡീപ്സീക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ജനുവരി 10 ആദ്യത്തെ സൗജന്യ ചാറ്റ് ബോട്ട് ഡീപ്സീക്ക് V3 പുറത്തിറക്കിയത്. എന്തായാലും തങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുന്നു എന്ന് ഒരു വിവരം കിട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ ഉൾപ്പെടെ പിടിച്ചുവച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അമേരിക്കയിൽ പോലും വലിയ ഒരു തിരിച്ചടി നൽകിയ ഡീപ്സീക്കിലെ വിവരങ്ങൾ ഇനിയും ചോരരുത് എന്ന പ്രധാന നിർദ്ദേശത്തെ തുടർന്നാണ് ചൈനീസ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. എന്തായാലും ജീവനക്കാർ ജോലി മാറുന്നതിന് എതിരായിട്ടാണ് ഈ ഒരു നടപടിയെന്നും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇപ്പോൾ ചൈനീസ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഡീപ്സീക്കിന്റെ മാതൃ കമ്പനിയായ ഹൈഫ്ലയർ സ്വകാര്യ ഫണ്ടിംഗ് കമ്പനിയാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് ജീവനക്കാരുടെ യാത്രകൾക്ക് വരെ ഇത് വിലങ്ങുതടിയായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ചോരുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശവുമായി ചൈനീസ് സർക്കാർ മുന്നോട്ട് വന്നത്.